സോ ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഷാഡോ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ NCERTയുടെ ക്ലാസ് 6-ലെ സയൻസ് സബ്ജക്റ്റാണ് നോക്കുന്നത്. ഇന്നത്തെ ടോപ്പിക്ക് ചാപ്റ്റർ 7 ആണ്. ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ്സ് മെഷർമെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റോങ് മെഷർമെൻറ്റ്സ് ആർ വേഴ്സ് ദാൻ നോ മെഷർമെൻറ്റ്സ് അറ്റ് ഓൾ. ഇതൊരു കോട്ടാണ്. അന്നാമണി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ടുള്ളൊരു കോട്ടാണ്. നമുക്ക് അന്നാമണിയെ പറ്റി പിന്നീട് നോക്കാം. തൽക്കാലം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ തൊട്ടാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ എ റിലയബിൾ മെഷർ ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി ഈസ് കോൾഡ് ഇറ്റ്സ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ ഡെഫിനേഷനാണ് ഇവിടെ പറയുന്നത്. ഒരു റിലയബിൾ മെഷർ ഓഫ് ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾഡ്നെസ്, ചൂടോ തണുപ്പോ ഒരു ബോഡിയുടെ, അത് മെഷർ ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന രീതി. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെഷർമെൻറ്റിനെയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ബേസിക്കലി. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. എ ഡിവൈസ് ദാറ്റ് മെഷേഴ്സ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് തെർമോമീറ്റർ. അപ്പോൾ ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ തെർമോമീറ്റർ എന്ന് പറയുന്നത്. സിമ്പിൾ, അധികം ഒന്നും ആലോചിക്കാനില്ല. മെയിൻലി രണ്ട് ടൈപ്പ് തെർമോമീറ്റേഴ്സ് ഉണ്ട്. ഒന്ന് ക്ലിനിക്കലും ഒന്ന് ലബോറട്ടറി. ഓക്കെ, ക്ലിനിക്കലാണ് നമ്മൾ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചറൊക്കെ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ലബോറട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പല പർപ്പസസിന് യൂസ് ചെയ്യാറുണ്ട്. ലാബ് റിലേറ്റഡ് കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ മെഷറിങ് ടെമ്പറേച്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സിൽ നമ്മൾ ഇപ്പം മെയിൻലി യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ ക്ലിനിക്കൽ തെർമോമീറ്ററാണ്. അപ്പോൾ അതിൽ മെർക്കുറിയും കാര്യങ്ങളൊന്നും വരില്ല. ബാറ്ററിയിലായിരിക്കും റൺ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഈ ടിപ്പായിരിക്കും നമ്മുടെ ബോഡിയുടെ ഏതെങ്കിലും ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചർ. ഓക്കെ, ഇനി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നല്ലോ നമ്മൾ SI യൂണിറ്റിനെ പറ്റിയൊക്കെ. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ആദ്യം തൊട്ടേ പ്ലേലിസ്റ്റ് കാണാം. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് നമ്മളെ ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സ് ഒരു സ്കെയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്കെയിലിൻ്റെ പേരാണ് സെൽഷ്യസ് സ്കെയിൽ. നമ്മളിങ്ങനെ ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഒരു സെൽഷ്യസ് ആണ്, ആ C ആണ് സെൽഷ്യസ്. അത്രേ ഉള്ളൂ, വേറെ ഡിഫിക്കൽട്ടായിട്ടൊന്നും അതിൽ പറയുന്നില്ല. പിന്നെ ദ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് അപ്പോൾ നമ്മൾ ഡിഗ്രി സെൽഷ്യസ് എന്നാണ് ആയിരിക്കും പറയുന്നത്. ഈ സ്കെയിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ അതിനാണ് ഈ ഡിഗ്രി C എന്ന് എഴുതിയിരിക്കുന്നത്, ഡിഗ്രി C. ഓക്കെ, അപ്പം ഇവിടെ പഴയ തെർമോമീറ്റേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ഏർലിയർ മെർക്കുറി തെർമോമീറ്റേഴ്സ് വെയർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ബോഡി ടെമ്പറേച്ചർ. മെർക്കുറി ആയിരുന്നു ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ലിക്വിഡ്. ഓക്കെ, ബട്ട് മെർക്കുറി ഈസ് എൻ എക്സ്ട്രീംലി ടോക്സിക് സബ്സ്റ്റൻസ്. നമുക്കറിയാം മെർക്കുറി വിഷമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് നമുക്ക് ഡിസ്പോസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും കാരണം വെച്ചാൽ ഈ തെർമോമീറ്റർ പൊട്ടിപ്പോവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ. ഡിജിറ്റൽ തെർമോമീറ്റർ ആകുമ്പോൾ ആ വിഷയമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് റീഡ് ചെയ്യാം. ഇതിൽ ഈ വരകൾ ഉണ്ടല്ലോ, അതിൽ പെട്ടെന്ന് റീഡ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതേസമയം ഡിജിറ്റൽ തെർമോമീറ്റർ ആണെങ്കിൽ ഇതിൽ കൃത്യമായിട്ട് വലിയ ഫോണ്ടിൽ എഴുതി കാണിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റീഡ് ചെയ്യാം. പിന്നെ മെർക്കുറി തെർമോമീറ്റേഴ്സ് അതുകൊണ്ട് ഇപ്പോൾ ഈ ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് വഴി റിപ്ലേസ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കാനുള്ളത് ഇതിൽ പിന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഡിജിറ്റൽ തെർമോമീറ്റേഴ്സിൽ ഹീറ്റ് സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു മെഷർമെൻറ്റ് നടക്കുന്നത്. ഇനി നമ്മൾ പാൻഡമിക് സമയത്ത്, അതായത് COVID-19 വന്ന സമയത്ത് നമ്മൾ ഈ ഒരു ടൈപ്പ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ടല്ലേ. ഇതിനാണ് നോൺ കോണ്ടാക്ട് തെർമോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഇൻഫ്രാറെഡ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ്, ഒരു ഫോം ഓഫ് ലൈറ്റിൻ്റെ വേവ് ആണത്. അത് നമ്മൾ പിന്നീടുള്ള ക്ലാസ്സുകളിൽ പഠിക്കും. തൽക്കാലം ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇൻഫ്രാറെഡ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന തെർമോമീറ്റേഴ്സാണ് നോൺ കോണ്ടാക്ട് തെർമോമീറ്റേഴ്സ്. അത്ര അറിഞ്ഞാൽ മതി. ഇതാകുമ്പോൾ നമുക്ക് ഒരാളുടെ ബോഡി ടച്ച് ചെയ്യാതെ, നമുക്ക് ഡിസീസ് ഒന്നും സ്പ്രെഡ് ആവാതെ എടുക്കാൻ പറ്റും. നേരത്തെ കാണിച്ച 2 തെർമോമീറ്റേഴ്സിലും അത് കോണ്ടാക്ട് തെർമോമീറ്റേഴ്സാണ്. നമുക്ക് ആ രോഗിയുടെ അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ പുറത്ത് നമ്മൾ ആ ഡിവൈസ് വെച്ചാൽ മാത്രമേ നമുക്ക് ആ റീഡിങ് എടുക്കാൻ പറ്റൂ. ഇതാകുമ്പോൾ നമുക്ക് ആരെയും തൊടേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് മെഷർമെൻറ്റ് എടുക്കാം. ഓക്കെ, അടുത്തത് ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുന്നില്ല. ഓക്കെ, ഇനി നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചറിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. നോർമൽ ബോഡി ടെമ്പറേച്ചർ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ആണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ പനി വരുമ്പം 100 ഡിഗ്രി പനി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് ശരിക്കും ഫാരൻഹീറ്റ് സ്കെയിലാണ് പറയുന്നത്. ഓക്കെ, ആ സ്കെയിലിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ദർ ഇസ് അനദർ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ നോൺ ആസ് ഫാരൻഹീറ്റ് സ്കെയിൽ. ഫാരൻഹീറ്റ് സ്കെയിലിലെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇതിൽ ഡിഗ്രി ഫാരൻഹീറ്റിലായിരിക്കും യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ 37 ഡിഗ്രി സെൽഷ്യസ് ആയ നോർമൽ നമ്മുടെ മനുഷ്യൻ്റെ ടെമ്പറേച്ചർ ഫാരൻഹീറ്റ് സ്കെയിലിൽ വരുമ്പോഴത്തേക്കും 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് വരും. ഇവിടെയാണ് ആ 100 ഡിഗ്രി വരുന്നത്. കണ്ടോ, ഇതാകുമ്പോൾ കുറച്ചൊന്ന് കൂടിയാൽ തന്നെ 100 ഡിഗ്രി ആവും. അതാണ് ഇവിടെ പറയുന്നത്.
ഓക്കെ, ഇനി സയൻറ്റിഫിക് വേൾഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു സ്കെയിൽ ഓഫ് ടെമ്പറേച്ചറിനെയാണ് കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത്. കെൽവിൻ സ്കെയിലിൻ്റെ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ കെൽവിനാണ്. ശ്രദ്ധിക്കണം, കെ സ്മോൾ ആണ് ഇവിടെ. ഓക്കെ, അതിനെ ക്യാപിറ്റൽ കെ ആയിട്ട് ഡിനോട്ട് ചെയ്യും. ഫാരൻഹീറ്റിനെ ക്യാപിറ്റൽ എഫ് ആയിട്ട് ഡിനോട്ട് ചെയ്യും. സെൽഷ്യസിനെ ക്യാപിറ്റൽ സി ആയിട്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇനി ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെൽവിനാണ് കേട്ടോ. സെൽഷ്യസും അല്ല ഫാരൻഹീറ്റും അല്ല, കെൽവിനാണ് ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. ഇനി ഇതെല്ലാം സയൻറ്റിസ്റ്റുമാരുടെ പേരിലാണ് നെയിം ചെയ്തിട്ടുള്ളത് കേട്ടോ. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. വി ക്യാൻ ഈസിലി കൺവേർട്ട് ദ ടെമ്പറേച്ചർ ഫ്രം സെൽഷ്യസ് സ്കെയിൽ ടു കെൽവിൻ സ്കെയിൽ ബൈ യൂസിങ്. അപ്പോൾ സെൽഷ്യസ് സ്കെയിലുള്ള ടെമ്പറേച്ചറിലെ റീഡിങ് അതിപ്പോൾ 37 ഡിഗ്രി ആണെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ 273.15 ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലിൽ കിട്ടും. മനസ്സിലായോ? അപ്പോൾ കെൽവിൻ സ്കെയിലിലെ ഒരു ടെമ്പറേച്ചർ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആദ്യം സെൽഷ്യസ് സ്കെയിലിലെ ഒരു മെഷർമെൻറ്റ് അളന്നതിന് ശേഷം അതിൻ്റെ കൂടെ 273.15 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെൽവിൻ സ്കെയിലിലെ വാല്യൂ കിട്ടും. സിമ്പിളാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഹൗ ഫീവർ ഡിറ്റക്റ്റഡ് ബിഫോർ തെർമോമീറ്റേഴ്സ് വെർ ഡെവലപ്ഡ് എന്നുള്ളൊരു ചോദ്യമാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീവർ അഫക്ട്സ് ദ പൾസ് റേറ്റ് ഓഫ് എ പേഴ്സൺ. നമ്മളെ ഫീവർ ഒരു ആളുടെ പൾസ് റേറ്റിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ പണ്ട് കാലത്ത് പൾസ് നോക്കിയായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഫീവർ അളന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ പൾസ് റേറ്റ് മാത്രം നോക്കി നമുക്കങ്ങനെ ഫീവർ അളക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ മെഷർ ചെയ്തിരുന്നത്. ഓക്കെ, അതിന് നമുക്ക് ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിച്ച് ബോയിലിംഗ് വാട്ടറിൻ്റെയും ഐസിൻ്റെയും ഒന്നും മെഷർമെൻറ്റ് എടുക്കാൻ പറ്റില്ല. കാര്യം ആ ഒരു സ്കെയിലൊന്നും ആ ഒരു തെർമോമീറ്ററിനകത്ത് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ലബോറട്ടറി തെർമോമീറ്ററൊക്കെ യൂസ് ചെയ്യുന്നത്. അതിൽ കുറച്ചുകൂടെ റീഡിങ്സ് നമുക്ക് കൂടുതൽ എടുക്കാൻ പറ്റും. ഓക്കെ, ജനറലി ആൽക്കഹോൾ. ഓക്കെ, ലിക്വിഡ് യൂസിൻ്റെ ലബോറട്ടറി തെർമോമീറ്ററിൽ യൂസ് ചെയ്തേക്കുന്ന ലിക്വിഡ് ആൽക്കഹോളാണ്. കളേർഡ് റെഡ് ടു മേക്ക് ഇറ്റ് ഈസിലി സീൻ ഓർ മെർക്കുറി. ആൽക്കഹോൾ ആയിരിക്കും അല്ലെങ്കിൽ മെർക്കുറി ആയിരിക്കും ഇതിനകത്തുള്ള ലിക്വിഡായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, സിമ്പിളാണ്, അധികമൊന്നും ഇവിടെ നോക്കാനില്ല. മൂവ് ഓൺ ചെയ്യാം. ഇവിടെ അധികമൊന്നുമില്ല. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. ഇവിടെയില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന എയർ ടെമ്പറേച്ചറിൻ്റെ കാര്യമാണ് പറയുന്നത്. റൂം ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഡിവൈസ് ഉണ്ട്. ഇതിനാണ് റൂം തെർമോമീറ്റർ നമ്മൾ പറയുന്നത്. തെർമോസ്റ്റാറ്റ് എന്നൊക്കെ ചില സ്ഥലത്തൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ ഡോക്ടേഴ്സ് ക്ലിനിക്കിലൊക്കെ നമുക്കിത് ചിലപ്പോഴൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടുത്തെ ഒന്നും അങ്ങനെ ഇല്ല. ഇന്ത്യയുടെ പുറത്തൊക്കെയാണ് യൂഷ്വലി കാണപ്പെടുന്നത്. എല്ലായിടത്തും ഒന്നും അങ്ങനെ കാണാൻ കിട്ടില്ല തെർമോസ്റ്റാറ്റൊക്കെ. ഓക്കെ, ഇനി ദർ ആർ മെനി ടെക്നിക്സ് ഫോർ മെഷറിങ് എയർ ടെമ്പറേച്ചർ. അപ്പോൾ എയർ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. എയർ ടെമ്പറേച്ചർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് വെതർ പാരാമീറ്റർ ആൻഡ് ഈസ് മോണിറ്റർഡ് അക്രോസ് ഓൾ വെതർ സ്റ്റേഷൻസ് ഓൾ ഓവർ ദ വേൾഡ്. The data gathered on the air temperature along with the various other parameters are used for making weather forecast. അപ്പോൾ എയർ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെതർ ഫോർകാസ്റ്റ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എയർ ടെമ്പറേച്ചർ നന്നായിട്ട് മോണിറ്റർ ചെയ്യും എന്നുള്ളൊരു കാര്യം ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നോയ സയൻറ്റിസ്റ്റാണ് വരുന്നത്. അത് കഴിയുമ്പോൾ ഈ ചാപ്റ്റർ തീരും. നോയ സയൻറ്റിസ്റ്റ് സെക്ഷനാണിത്. അന്നാമണി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ നമ്മളൊരു കോട്ടും ഈ പുള്ളിക്കാരിയുടെ ആയിരുന്നു. 1918 മുതൽ 2001 വരെയാണ് പുള്ളിക്കാരി ജീവിച്ചിരുന്നത്. ഷി വാസ് എൻ ഇന്ത്യൻ സയൻറ്റിസ്റ്റ്, ഓൾസോ നോൺ ആസ് ദ വെതർ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്നത് അന്നാമണിയാണ്. ഷീ ഇൻവെൻറ്റഡ് ആൻഡ് ബിൽട്ട് എ ലാർജ് നമ്പർ ഓഫ് വെതർ മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ അന്നാമണി ഒരുപാട് നമ്പർ ഓഫ് വെതർ മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കി. ഇപ്പോൾ വെതർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒരുപാട് ഉണ്ടാക്കിയത് അന്നാമണിയാണ്. This reduced the reliance of India on other nations for such instruments. അപ്പോൾ ഇന്ത്യ അത്രയും നാൾ ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു ഇങ്ങനെയുള്ള ഡിവൈസസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പുള്ളിക്കാരി വന്നതിന് ശേഷം ആ ഒരു മറ്റ് രാജ്യങ്ങളിലോടുള്ളൊരു ആ ഒരു റിലയൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റി. ഷീ ഓൾസോ എക്സ്പ്ലോർഡ് ദ പോസിബിലിറ്റീസ് ഓഫ് യൂസിങ് വിൻഡ് ആൻഡ് സോളാർ എനർജി ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ വിൻഡ് എനർജിയും സോളാർ എനർജിയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളൊരു പോസിബിലിറ്റി എക്സ്പ്ലോർ ചെയ്തത് അന്നാമണിയായിരുന്നു.
അപ്പോൾ ഹെർ വർക്ക് ബിക്കെയിം വൺ ഓഫ് ദ ഗ്ലോബൽ ലീഡർ. ഹെർ വർക്ക് ഹെൽപ്ഡ് ഇന്ത്യ ടു ബിക്കെയിം വൺ ഓഫ് ദ ഗ്ലോബൽ ലീഡേഴ്സ് ഇൻ റിന്യൂവബിൾ എനർജി. അപ്പോൾ പുള്ളിക്കാരി തുടങ്ങി വെച്ചത് കാരണമാണ് ഇന്നിപ്പോൾ ഗ്ലോബൽ ലീഡേഴ്സിൽ, നമ്മുടെ റിന്യൂവബിൾ എനർജിയുടെ കാര്യത്തിൽ ഗ്ലോബൽ ലീഡേഴ്സിൽ ഒരു സ്ഥാനം നമുക്ക് ഇന്ത്യക്കുണ്ട്. ആ ഒരു കാരണത്തിന് ഇതായത് അന്നാമണിയാണ്. ഓക്കെ, അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്റർ. ബാക്കി നമ്മുടെ കീവേഡ്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അങ്ങോട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂടാ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ PDF നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കിട്ടും. അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം കാണുക, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. നമ്മൾ പ്ലേലിസ്റ്റിൽ ഒന്നേന്ന് വീണ്ടും ഇടയ്ക്കിരുന്ന് കാണുക. അപ്പോൾ നമ്മൾ ഇത് മറന്നു പോകത്തില്ല. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.